കണ്ണുകളിലേക്ക് നോക്കുക എന്നതാണ്. പക്ഷെ തുടർച്ചയായി തുറിച്ചു നോക്കുന്ന നോട്ടമാകരുത്. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് ഐ കോണ്ടാക്ട് നിലനിർത്തണമെന്ന് വായിച്ചോ, എവിടെയോ വീഡിയോ കണ്ടോ, യൂട്യൂബിൽ വീഡിയോ വായിച്ചോ കണ്ടോ ഒക്കെ അറിവുണ്ട്. ആ അറിവ് വെച്ചിട്ട് ആളുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ണിലേക്ക് ചില ആളുകൾ തുറിച്ചു നോക്കും. തുടർച്ചയായി തുറിച്ചു നോക്കിയാൽ ഉണ്ടാവുന്ന അസ്വസ്ഥത സൃഷ്ടിക്കുന്നതും അത് വേറൊരു അർത്ഥത്തിലേക്ക് തുറിച്ചു നോട്ടക്കാരൻ എന്ന അവസ്ഥയിലേക്കും അത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് നോക്കി, മൊബൈലിലേക്ക് നോക്കി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നോക്കി ഇങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഉണ്ടാവുന്ന ഫീൽ എന്തായിരിക്കും നമ്മളെക്കുറിച്ച് അവർക്കുണ്ടാവുന്ന ഒരു വിചാരം എന്തായിരിക്കും? ചുണ്ടുകൾ മാത്രം ഉപയോഗിച്ചുള്ള കൃത്രിമമായ ഒരു പുഞ്ചിരിയുണ്ടല്ലോ, ആ പുഞ്ചിരിയേക്കാൾ ആളുകൾ പലപ്പോഴും ചിരിക്കുക ഈ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചുണ്ട് മാത്രം ഉൾപ്പെടും, മുഖം മൊത്തമായി ഉൾപ്പെടില്ല. ചില ആൾക്കാർ ചിരിക്കും, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചിരിയുണ്ട്, ഈ ഭാഗം മാത്രം. അത് കൃത്രിമ പുഞ്ചിരിയാണ്. നമസ്കാരം. മറ്റൊരാളുടെ മനസ്സിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ, അവരുടെ യഥാർത്ഥത്തിലുള്ള വികാരങ്ങൾ, അവരുടെ ഉള്ളിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ അയാളുടെ ശരീരഭാഷ നോക്കി എങ്ങനെയാണ് നമ്മൾ 100% ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അല്ലെങ്കിൽ 100% എങ്ങനെയാണ് അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക? ഇതാണ് എല്ലാവരുടെയും വിചാരം, എല്ലാവരുടെയും ആഗ്രഹവുമാണ്. എനിക്ക് അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ കൊള്ളാം, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പെരുമാറാമല്ലോ. പക്ഷേ ശരിയായ ഒരു ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ അപ്രോച്ചബിൾ ആയിട്ട്, അട്രാക്റ്റീവായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് മാറ്റാൻ കഴിയുമെന്നാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മുടെ ഈ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പ്രദർശിപ്പിക്കാൻ കഴിയും. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കി എടുക്കാനും കഴിയും എന്നുള്ളതാണ്. അതിന് 8 പ്രധാനപ്പെട്ട ബോഡി ലാംഗ്വേജ് ക്യൂസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം വാം ഐ കോണ്ടാക്ട് ആണ്. വാം ഐ കോണ്ടാക്ട്, ഊഷ്മളമായ ഐ കോണ്ടാക്ട് നിലനിർത്തുക എന്നതാണ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി അവരുടെ കണ്ണുകളിലേക്കാണ് നോക്കേണ്ടത്. കണ്ണുകളിലേക്ക് നോക്കുക എന്നതാണ്. പക്ഷെ തുടർച്ചയായി തുറിച്ചു നോക്കുന്ന നോട്ടമാകരുത്. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് ഐ കോണ്ടാക്ട് നിലനിർത്തണമെന്ന് വായിച്ചോ, എവിടെയോ വീഡിയോ കണ്ടോ, യൂട്യൂബിൽ വീഡിയോ വായിച്ചോ കണ്ടോ ഒക്കെ അറിവുണ്ട്. ആ അറിവ് വെച്ചിട്ട് ആളുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ണിലേക്ക് ചില ആളുകൾ തുറിച്ചു നോക്കും. തുടർച്ചയായി തുറിച്ചു നോക്കിയാൽ ഉണ്ടാവുന്ന അസ്വസ്ഥത സൃഷ്ടിക്കുന്നതും അത് വേറൊരു അർത്ഥത്തിലേക്ക് തുറിച്ചു നോട്ടക്കാരൻ എന്ന അവസ്ഥയിലേക്കും അത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് പകരം ഐ കോണ്ടാക്ട്, പോസ്, ലുക്ക് അവേ, റിട്ടേൺ, ഇതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ഒരു റിതം നിലനിർത്താൻ നമുക്ക് കഴിയണം. അത് നോട്ടം എന്ന് പറയുന്നത് ഒരു ഡാൻസിങ് പോലെയാണ്. നമ്മളൊരാളെ നോക്കി, ആ നോക്കുന്ന ആൾ നമ്മളെ തിരിച്ചൊന്ന് നോക്കി, ആ നോട്ടത്തിന് ശേഷം നമ്മൾ അവരുടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അസ്വാഭാവികമായി മറ്റൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി നമ്മളെ ലുക്കൊന്ന് മാറ്റി വീണ്ടും അയാളെ നോക്കി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്തേക്കാണല്ലോ ആദ്യം നോക്കുന്നത്. അപ്പോൾ ആ നോട്ടം നോക്കുമ്പോൾ ഇയാളുടെ മുഖത്ത് തന്നെ നോക്കി, കണ്ണുകളിലേക്ക് നോക്കി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ നമ്മളെ തന്നെ നോക്കുന്നു. അപ്പം നമ്മൾ അയാളെ നോക്കുന്നതിനിടയിൽ ആ നോട്ടം ഒന്ന് കൂടിപ്പോയി, അല്ലെങ്കിൽ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നെക്കൊണ്ട് എന്നത് സ്വാഭാവികമായി നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സംഗതി വിചാരമാണത്. അപ്പം നമ്മളൊന്ന് നോട്ടം മാറ്റിയിട്ട് വീണ്ടും അയാളിലേക്ക് ഒന്ന് നോക്കി നമ്മളത് പൂർത്തിയാക്കി കഴിഞ്ഞാലോ ഉടനെ തന്നെ നമ്മളെ എതിരെ ഇരിക്കുന്ന ആൾ സ്പീക്കറിലേക്ക് പോവുകയാണ്, സ്പീക്കർ മോഡിലേക്കാണ്. അത് ആദ്യം നമ്മൾ സംസാരിച്ചു, അയാൾ കേട്ടു, പിന്നെ അയാൾ സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. ഇപ്പം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അയാളെ ശ്രദ്ധിക്കുകയാണ്, അയാളെ നോക്കുകയാണ്. അപ്പോൾ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെ അയാൾ നമ്മളെ നോക്കുന്നു, അയാളെ നോട്ടൊന്ന് മാറ്റുന്നു, വീണ്ടും നമ്മളിലേക്ക് നോക്കുന്നു, ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മാതൃകാപരമായ ഒരു നേത്ര സമ്പർക്കത്തിൽ ഈ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ, ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെങ്കിലും നടന്നില്ല എങ്കിൽ, ഇങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് നോക്കി, മൊബൈലിലേക്ക് നോക്കി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നോക്കി ഇങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഉണ്ടാവുന്ന ഫീൽ എന്തായിരിക്കും നമ്മളെക്കുറിച്ച് അവർക്കുണ്ടാവുന്ന ഒരു വിചാരം എന്തായിരിക്കും? അപ്പോൾ ഒരു റിതം നിലനിർത്താനാണ് പറയുന്നത്. ഒരു ഡാൻസിങ് ആണ്, കൊടുത്ത് വാങ്ങുന്ന ഒരു കാര്യമാണ് നോട്ടം എന്നത്, മാതൃകാപരമായ ഒരു നേത്ര സമ്പർക്കം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ സംഭാഷണത്തെ കൂടുതൽ സുഖകരവും സ്വാഭാവികവുമാക്കി മാറ്റും. ഒരു മനോഹരമായ, നമുക്ക് മുന്നിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ മുന്നിൽ ഇരിക്കാൻ തോന്നും. രണ്ടാമത്തെ കാര്യം, ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്മൈൽ വേണമെന്നാണ്. ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി എന്ന് പറയാം. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ആ പുഞ്ചിരി വരേണ്ടത്. ചുണ്ടുകൾ മാത്രം ഉപയോഗിച്ചുള്ള കൃത്രിമമായ ഒരു പുഞ്ചിരിയുണ്ടല്ലോ, ആ പുഞ്ചിരിയേക്കാൾ ആളുകൾ പലപ്പോഴും ചിരിക്കുക ഈ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചുണ്ട് മാത്രം ഉൾപ്പെടും, മുഖം മൊത്തമായി ഉൾപ്പെടില്ല. ഈ നമ്മുടെ മുഖത്ത് ഏതാണ്ട്
26ഓളം മാംസപേശികൾ ഈ ചിരിക്ക് വേണ്ടി, ഈ പുഞ്ചിരിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഖത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് നാഡി സംബന്ധമായിട്ടുള്ള ഗവേഷണങ്ങൾ. അത്രയും ഇത് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പുഞ്ചിരി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഈ ഭാഗം മാത്രമായിട്ട് ചിരിക്കുമ്പോൾ ചില ആൾക്കാർ ചിരിക്കും, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു ചിരിയുണ്ട്, ഈ ഭാഗം മാത്രം, അത് കൃത്രിമ പുഞ്ചിരിയാണ്. അതേസമയം നമ്മുടെ മുഖം മുഴുവൻ, കണ്ണുകൾ ഉൾപ്പെടെ ചിരിക്കുന്ന, മൊത്തമായി ചിരിക്കുന്ന, കണ്ണുകളിലും മുഖത്തും തെളിയുന്ന ആ സ്വാഭാവികമായിട്ടുള്ള ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ പുഞ്ചിരി എന്ന് പറയുന്നത്. അതാണ് കൂടുതൽ ശക്തം എന്ന് പറയുന്നത്. അത് കാഴ്ചക്കാരിൽ നമ്മളിൽ കൂടുതൽ നമ്മളോട് വിശ്വാസം ഉണ്ടാക്കാനും, കണ്ണുകളൊക്കെ ഉൾപ്പെടെ, ഈ കണ്ണുകൾക്ക് ചുറ്റും കാക്കക്കാലുകൾ പോലെ വരകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും ചിരിക്കുമ്പോൾ. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനെ ചിരിച്ചിട്ട് ഇതൊക്കെ കണ്ണുകൾ ഇങ്ങനെ ഉൾപ്പെട്ട് ചിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരകൾ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. അതാണ് യഥാർത്ഥ പുഞ്ചിരി എന്ന് പറയുന്നത്. കൂടുതൽ ശക്തവും അതാണ്. ഇതിനെ പിന്നെ നമ്മളൊരു ഈ ഇത്തരത്തിലുള്ള ഒരു സ്മൈലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നത് മനസ്സിലാക്കുക നിങ്ങൾ. അപ്പോൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ നൽകുന്ന ഒരു ചെറിയ ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി പോലും ഒരു നല്ല കണക്ഷൻ തുടങ്ങാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് സ്മൈൽ ചെയ്യുക, പക്ഷേ ജെന്യുവൻ ആയിട്ടായിരിക്കണം നിങ്ങളത് ചെയ്യേണ്ടത്. ഒരാളെ നമ്മൾ കാണുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കി, അവരുടെ കണ്ണുകളിലേക്ക് നോക്കി, വളരെ സിൻസിയറായിട്ട് സംശയം ഒട്ടുമില്ലാതെ ഞാൻ എൻ്റെ ഇൻഹിബിഷൻസ് ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് ഭയപ്പാടോടുകൂടി ചെയ്യുകയല്ല വേണ്ടത്. അതിനെ സ്നേഹത്തോടെയും വളരെ കോൺഫിഡൻ്റ് ആയിട്ടും അങ്ങനെ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ നല്ലൊരു ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ്. മൂന്നാമത്തെ കാര്യം ഓപ്പൺ പോസ്റ്ററാണ്. എന്താണ്? തുറന്ന ശരീരഭാഷ. ശരീരഭാഷാ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുറന്ന ശരീരഭാഷയും അടഞ്ഞ ശരീരഭാഷയും എന്നത്. എപ്പോഴും കൈകൾ കെട്ടി നിൽക്കുക, ശരീരം വലിഞ്ഞു മുറുകി നിൽക്കുക, മുന്നിലുള്ള വ്യക്തിയിൽ നിന്നും ശരീരത്തിന് അകറ്റി നിർത്തുക, ദൂരെ അകലം പാലിക്കുക, ഇത്തരം എല്ലാ കാര്യങ്ങളും ക്ലോസ്ഡ് സിഗ്നൽസ് ആണ്. ഇതെല്ലാം ഒഴിവാക്കണം. ഇത് ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് ആണ്, അടഞ്ഞ ശരീരഭാഷ എന്ന് പറയും. അപ്പോൾ അതിന് പകരം നമ്മൾ കുറച്ചുകൂടെ റിലാക്സഡ് ആയിട്ടുള്ള ഷോൾഡേഴ്സൊക്കെ ഇടിഞ്ഞ് തൂങ്ങി ഇങ്ങനെ ഒതുങ്ങിയിരിക്കാതെ, കൂനിക്കൂടിയിരിക്കാതെ ഷോൾഡേഴ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയി, തോളുകൾ അയച്ച് ശാന്തമായി നടുവ് നിവർന്നുകൊണ്ട് നിൽക്കാൻ നമുക്ക് കഴിയണം. ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ശാരീരിക അവസ്ഥയിൽ നമുക്ക് നിൽക്കാൻ കഴിയണം. ശരീരം മുന്നിലുള്ള വ്യക്തിക്ക് അഭിമുഖമായിട്ട് വേണം നിൽക്കാൻ, അവർക്ക് നേരെ അഭിമുഖമായിട്ട് വേണം നമുക്ക് നിൽക്കാൻ. നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് നിന്ന് സംസാരിക്കുക, ഇങ്ങനെ ഒരു പ്രൊഫൈലിൽ നിന്ന് സംസാരിക്കുക. അതിനൊക്കെ പകരം ഫേസ് ടു ഫേസ് അങ്ങനെ ആയിരിക്കണം എപ്പോഴും സംസാരിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ നേരിട്ട് മുഖാമുഖങ്ങളുള്ള എല്ലാ സംഭാഷണങ്ങളിലും അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അപ്രൈറ്റ് ഹെഡ്, തല നിവർത്തി പിടിക്കുക. നാച്ചുറൽ ആംസ്, കൈകളുടെ സ്വാഭാവികമായി കൈകൾ ഉപയോഗിക്കണം. കൈകളൊക്കെ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ കൈ അതിനോടൊപ്പം വരും. നമ്മുടെ തലച്ചോറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ കൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാക്കുകൾക്കൊപ്പം ഉപയോഗിക്കുന്ന ഏക അവയവവും കൈയാണ്. അപ്പൊ നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും ഒരു ബോളിന്റെ അത്രയും വലിപ്പമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ടാണ് കാണിക്കുക, അല്ലെ? എല്ലാം ഉദാഹരണത്തിന് ഈ കൈവിരലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ കൈകൾ സ്വാഭാവികമായിട്ട് സംഭാഷണം ഉപയോഗിക്കുക എന്നതാണ്. ഇത് മുന്നിലുള്ള വ്യക്തിക്ക് ലളിതമായ സന്ദേശം നൽകും. ഐ ആം കംഫർട്ടബിൾ, അതാണ് അവർക്ക് കിട്ടുന്ന സാധനം. ആൻഡ് ഐ ആം ഓപ്പൺ ടു ടോക്ക് വിത്ത് യു എന്നാണ്. ഐ ആം കംഫർട്ടബിൾ, ഞാൻ വളരെ വളരെ കംഫർട്ടബിൾ ആണെന്നും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ സാധിക്കുമെന്നുമാണ് അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം സട്ടിലായിട്ടുള്ള മിററിംഗ് ആണ്. സട്ടിലായിട്ടുള്ള സൂക്ഷ്മമായ മിററിംഗ് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് നിങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ സംസാരത്തിലെ വേഗത, അനുകരണമാണ്. നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അതിനെ വളരെ സൂക്ഷ്മമായിട്ട് അനുകരിക്കുക എന്നതാണ്. നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ആ വ്യക്തിയുടെ സംസാരത്തിന്റെ വേഗതയുണ്ടല്ലോ, ആ വേഗതക്കനുസരിച്ച് നമ്മുടെ സംസാരത്തെ കൊണ്ടുവരിക. അദ്ദേഹത്തിന്റെ എനർജിക്ക് അനുസരിച്ച് നമ്മൾ എനർജിയെ കൊണ്ടുവരിക. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് അദ്ദേഹം കൈകൾ ഉപയോഗിക്കുന്ന രീതി, അദ്ദേഹത്തിന്റെ ഇരിപ്പ്, അദ്ദേഹം ചിലപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ താടിക്ക് കൈ വെച്ചിരിക്കും. അപ്പം നമ്മളും അറിയാതെ താടിക്കൊക്കെ കൈ കൊടുത്ത് സ്വാഭാവികതയോടെ, അയാൾ താടിക്ക് കൈ കൊടുക്കുമ്പോൾ ഉടനെ നമ്മൾ താടിക്ക് കൈ കൊടുക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. വളരെ സ്വാഭാവികതയോടെ ചെയ്യുമ്പോൾ അയാളുടെ ഉപബോധ മനസ്സിൽ തോന്നുന്ന തോന്നൽ എന്താണെന്ന് ചോദിച്ചാൽ, എന്നെപ്പോലെ ബിഹേവ് ചെയ്യുന്ന ഒരാൾ. ഇതാണ് മിററിംഗ് എന്ന് പറയുന്നത്. അപ്പം എനർജിയിൽ, ബോഡി ലാംഗ്വേജിൽ ഇവയുമായി സ്വാഭാവികമായി ചെറിയൊരു മാച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ ഇതിനൊരു താതാമ്യം പ്രാപിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ചെയ്യുന്നതെല്ലാം അതേപടി കോപ്പി ചെയ്ത് കളയരുത് കേട്ടോ.
അത് കൃത്രിമമായി തോന്നുകയും ചെയ്യും. അവർ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ കൈ വെച്ച ഉടനെ തന്നെ കൈ വെക്കുക, കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചാൽ ഉടനെ തന്നെ കാല് കയറ്റി വെക്കുക, ബോഡി പോസ്റ്റേഴ്സ് മാറുമ്പോൾ ഉടനെ തന്നെ അത് പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കുക. അതിനൊരു സ്വാഭാവികത ഉണ്ടാവണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് സട്ടിലായിരിക്കണം, അത് സ്വാഭാവികമായി സംഭവിക്കുമ്പോഴാണ് അത് റാപ്പോർട്ട് ശക്തമാവുന്നത്. തമ്മിലുള്ളൊരു ഒരു ഒരു എന്താ പറയുക, പരസ്പര ധാരണ എപ്പോഴും ശക്തമാവുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ്. അഞ്ചാമത്തെ കാര്യം, ആക്റ്റീവ് ലിസണിങ് ഫോർ ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ആക്റ്റീവ് ലിസണിങ്, സജീവമായ കേൾവി എന്നതാണ്. അതായത് ഒരു ശ്രവണ ശൈലി എന്ന് ആണ് ഇതിനെ വിളിക്കുക. കേൾക്കുന്നതിന് ഒരു ശൈലി നിങ്ങൾക്ക് വേണം. സംസാര ശൈലി എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കൊരു ശ്രവണ ശൈലി വേണം. പലപ്പോഴും ആളുകൾ കേൾക്കുന്നതിനെ കുറിച്ച് അല്പം പോലും ധാരണയില്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ധാരണ ഉണ്ടെങ്കിൽ പോലും അതിന് ശ്രമിക്കാത്ത ആളുകളാണ് മിക്കവാറും ആളുകളും. നിങ്ങളുടെ ശരീരം തന്നെ ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട് എന്ന് പറയണം. അതാണ് ആക്റ്റീവായിട്ട് മുഴുവൻ പഞ്ചേന്ദ്രിയങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ ഞാൻ നിങ്ങളെ പഞ്ചേന്ദ്രിയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് കേൾക്കുന്നു എന്ന് പറയണം. നമ്മൾ പറയാതെ പറയണം എന്നാണ്. ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഫോണിലേക്ക് നോക്കുകയോ അതൊന്നും ചെയ്യരുത് കേട്ടോ. ചുറ്റുപാടുകളിലേക്ക് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് ചുറ്റുമെന്ത് നടക്കുന്നു എന്ന് പരതിക്കൊണ്ടിരിക്കരുത്. അയാൾ തന്നെ ആയിരിക്കണം. പകരം ചെറിയ തലയാട്ടലുകളിലൂടെ അവർ പറയുന്നത് മനസ്സിലാക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതൊരു പ്രോത്സാഹനമാണ്. നമ്മൾ ആളുകൾക്ക് തലയാട്ടിലൂടെ ഒരാൾ പറയുമ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്, തല കുലുക്കി കൊടുക്കുന്നത്, നോഡിങ് എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ നന്നായി പറയാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ്. അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് ശരീരം അവരുടെ ദിശയിലേക്ക് സ്വാഭാവികമായ രീതിയിൽ തിരിച്ചുകൊണ്ടായിരിക്കണം, അവിടേക്ക് വന്നുകൊണ്ടായിരിക്കണം, ശ്രദ്ധ നൽകിക്കൊണ്ട്, ശ്രദ്ധ അവരിലായിരിക്കണം. ഇത് മൂന്നിലും മുന്നിലുള്ള വ്യക്തിക്ക്, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഒരു വലിയ അനുഭവം നൽകും ഈ കാര്യം. എന്നെ അയാൾ കേൾക്കുന്നുണ്ടല്ലോ, അയാൾ സാഗൂതം കേൾക്കുന്നുണ്ട്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അടിമുടി കേൾക്കുന്നുണ്ട് എന്നത് അവർക്ക് നമ്മളോടുള്ള വലിയൊരു ബഹുമാനത്തിന് കാരണമാകും. ഈ വ്യക്തി എന്നെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് എന്നും അതോടൊപ്പം എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ്. അതാണ് ഏറ്റവും പ്രധാനം. കൺസിഡറേഷൻ ഉണ്ടെന്നുള്ളതാണ്, എന്നെ പരിഗണിക്കുന്നു എന്നാണ്. ഒപ്പം എന്താണ്, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നതാണ്. ഇതൊരു വലിയ അനുഭവമാണ്. ഇത്രയും കാര്യങ്ങൾ അനുഭവപ്പെട്ടാൽ അതൊരു മികച്ച കേൾവിയായി, മികച്ച ഒരു നല്ല കമ്മ്യൂണിക്കേഷനായി മാറും. ഇനി ആറാമത്തെ കാര്യം ഓറിയന്റേഷനാണ്. നിങ്ങളുടെ ശരീരവും കാലുകളും ഏത് ദിശയിലാണ്, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസാരിക്കുന്ന വ്യക്തിയിലേക്ക് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ കാല് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം സ്വാഭാവികമായി തിരിഞ്ഞിരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ അവർക്ക് നേരെ ഇരിക്കുമ്പോൾ, അതോടൊപ്പം കാലുകളും അവരുടെ ദിശയിലായിരിക്കുമ്പോൾ നിങ്ങൾ ആ സംഭാഷണത്തിൽ എൻഗേജ്ഡ് ആണെന്ന ഒരു സിഗ്നൽ അവർക്ക് നൽകാൻ കഴിയുകയാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്, കാലുകളുടെ ദിശ മാത്രം നോക്കി ഒരാൾക്ക് നിങ്ങളോട് ഒരു പ്രണയമോ ഇഷ്ടമോ അല്ലെങ്കിൽ പ്രത്യേക ആകർഷണമോ ഒക്കെ ഉണ്ടെന്ന് ഒരിക്കലും അങ്ങ് തീരുമാനിച്ച് കളയരുത്. അയാളുടെ കാലുകൾ എൻ്റെ നേരെ ആണല്ലോ തിരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നൊന്നും ധരിക്കരുത്. ഒരു ബോഡി ലാംഗ്വേജിൽ അതൊരു സിഗ്നൽ മാത്രമാണ്, അതൊരു ഫൈനൽ പ്രൂഫ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒട്ടനവധി കൂട്ടങ്ങളുണ്ട്. ഈ ശരീരം കാണിക്കുന്ന സൂചനകളുടെ ടോട്ടൽ കൂട്ടങ്ങൾ. ആ കൂട്ടങ്ങൾ നോക്കിക്കൊണ്ടാണ് എല്ലാം കൂടെ അതിൻ്റെ ആകെ തുകയാണ് നമ്മൾ ഒരാളുടെ ശരീരഭാഷയിൽ അയാൾക്ക് നമ്മളോട് എതിർപ്പുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അടഞ്ഞ ശരീരഭാഷയിൽ കൈകെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തണുപ്പ് കൊണ്ടാവാം അത്, അല്ലെങ്കിൽ അയാളുടെ ശാരീരികമായ മറ്റെന്തെങ്കിലും അയാൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അയാൾ കൈകെട്ടി ചിലപ്പോൾ കൈ രണ്ടും തോളത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് അങ്ങനെ കൂനിക്കൂടിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും ഒരു സിംഗിൾ പ്രൂഫ് നോക്കിക്കൊണ്ട് നമ്മൾ ഒരാളെ വിലയിരുത്താൻ പാടില്ല. ഒരു ഫൈനൽ പ്രൂഫ് എന്നത് ടോട്ടൽ ബോഡി ലാംഗ്വേജ് നോക്കിക്കൊണ്ടായിരിക്കണം എന്നതാണ്. ഇനി ഏഴാമത്തെ കാര്യം റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ് ആണ്. വളരെ വ്യക്തിഗതമായ അതിരുകളെ ബഹുമാനിക്കുക എന്നതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അടുത്തേക്ക് വരുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ അപ്പോഴും അട്രാക്ഷൻ കൊണ്ടായിരിക്കണമെന്നില്ല ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതിന് പകരം ഓരോ വ്യക്തിക്കും അവരുടേതായ പേഴ്സണൽ സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്കൊരു പേഴ്സണൽ സ്പേസ് നമ്മൾ എപ്പോഴും വെച്ചിട്ടുണ്ട്. ആ സ്വകാര്യ ഇടങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ മുന്നിലുള്ള ഒരു വ്യക്തിയുടെ കംഫർട്ട് സോണ് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ കടക്കാൻ. ആ കംഫർട്ട് സോണിലേക്ക് ആരും അങ്ങനെ കടന്നു വരുന്നത് ഒരാളും അത്ര ഇഷ്ടപ്പെടില്ല എന്നതാണ്. അവരൊരല്പം പിന്നോട്ട് മാറുകയാണെങ്കിൽ, നമ്മൾ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ ഒന്ന് പിന്നോട്ട് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ കയറുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളും ഒരല്പം ഫിസിക്കൽ ഡിസ്റ്റൻസ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ ഒരാളുടെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ അയാൾ ഒന്ന് പുറകോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്തോ ഒരു അസ്വസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് ചെറുതായി പുറകോട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരും കംഫർട്ടാവും. അവരെ മനസ്സിലാക്കിയെന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു മനോനിലയെ മനസ്സിലാക്കിയെന്ന് അവർ അറിയാതെ അവർക്ക് തോന്നുന്ന ഒരവസ്ഥ വരും. അപ്പം ഇങ്ങനെ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് നിലനിർത്തുക എന്നതാണ്. ഓർക്കേണ്ട കാര്യം,
റെസ്പെക്ടിങ് സ്പേസ് ഈസ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. റെസ്പെക്ടിങ് സ്പേസ് ഈസ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഈ സ്പേസിനെ എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എട്ടാമത്തെ കാര്യം വോയിസ് ബോഡി സിങ്ക്രണൈസേഷൻ എന്നതാണ്. ശബ്ദവും ശരീരഭാഷയും തമ്മിലുള്ള പൊരുത്തപ്പെടലാണ് വോയിസ് പ്ലസ് ബോഡി സിങ്ക്രണൈസേഷൻ. ഇത് രണ്ടും കൂടെ നമ്മുടെ ശരീരവും നമ്മുടെ ശരീരഭാഷവും മോരും മുതിരയും പോലെ എന്ന് പഴമക്കാർ പറയുന്നത് പോലെ, രണ്ട് വിരുദ്ധ ആഹാരങ്ങൾ പോലെ ശബ്ദവും ശരീരഭാഷയും ഒരുമിച്ച് പൊരുത്തപ്പെടേണ്ടതുണ്ട്. ഇവിടെ വിരുദ്ധമല്ല, ഒരുമിച്ച് ചേരേണ്ടവയാണ് അവ. ആത്മവിശ്വാസമുള്ള ഒരു ബോഡി ലാംഗ്വേജ് മാത്രം പോരാ നമുക്ക്. ശരീരഭാഷ നല്ലതായിരിക്കാം, പക്ഷെ അത് മാത്രം പോരാ. നിങ്ങളുടെ വോയിസിനും, നിങ്ങളുടെ വോയിസ് എന്ന് പറയുന്നത് 7% ബോഡി ലാംഗ്വേജിൽ പറയുന്നത്. 55% ശരീരഭാഷയും നോൺ വെർബൽ ലാംഗ്വേജ് ആയിട്ടുള്ളത് 38%, ബാക്കി വോയിസ് വാക്കുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് 7%. അതിൽ തന്നെ 38% പെടും നിങ്ങളുടെ വോയിസ് എങ്ങനെ പറയുന്നു എന്നത്. അതിൻ്റെ പിച്ച്, അതിൻ്റെ മോഡുലേഷൻ, അതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതിൻ്റെ വേഗത, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേ കോൺഫിഡൻസ് നിങ്ങളുടെ വോയിസിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റണം. ശരീരഭാഷ നന്നായി നിൽക്കുമ്പോൾ തന്നെ വോയിസിലും ആ സെയിം കോൺഫിഡൻസ് നമുക്ക് കാണിക്കാൻ പറ്റണം. ആത്മവിശ്വാസമുള്ള ശബ്ദം എന്ന് പറയും. അതിന് ഗാംഭീര്യം കൊണ്ടല്ല കേട്ടോ, അതിന് ക്വാളിറ്റി കൊണ്ടാണ്. അതിലൊരു ലളിതമായൊരു ഫോർമുലയുണ്ട്. എന്താണിത്? സ്ലോ സ്പീച്ചാണ്. വളരെ സാവധാനത്തിൽ സംസാരിക്കുകയും ക്ലിയർ വോയിസും വളരെ ക്ലാരിറ്റി ഉള്ള വോയിസും ഷോർട്ട് പോസസ്, അതിനിടയിലുള്ള ആ ഇടവേളകളില്ല പോസ് ചെയ്യുന്നത്, ആ പവർ പോസ് എന്ന് അതിന് പറയുക. ആ നിശബ്ദത എന്ന് പറയുന്നത് ചെറിയ ഇടവേളകൾ എടുത്തുകൊണ്ട്, വളരെ സൂക്ഷ്മമായിട്ടുള്ള 4-5 സെക്കൻഡുകൾ ഇടവേള എടുത്തുകൊണ്ടാണ്, റിലാക്സ്ഡ് പോസ്റ്റേഴ്സിൽ ഇരുന്നു കൊണ്ടാണ്. ശരീരത്തിൻ്റെ അവയവങ്ങളുടെ, ഇപ്പോൾ കൈകാലുകളാണെങ്കിൽ തന്നെ വളരെ റിലാക്സ്ഡായി, തോളുകളും ഒക്കെ വളരെ കൂനിക്കൂടിയിരിക്കുന്നതിന് പകരം റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ വേണം. സ്ലോ സ്പീച്ച് ആയിരിക്കണം, ക്ലിയർ വോയിസ് ആയിരിക്കണം, ഷോർട്ട് പോസസ് ആയിരിക്കണം, റിലാക്സ്ഡ് പോസ്റ്റേഴ്സ് ആയിരിക്കണം. ഇവയെല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ പ്രസൻസ് എന്ന് പറയുന്നത് കൂടുതൽ ശക്തമായിരിക്കും. നിങ്ങളെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങളൊരു കടന്നു വരുമ്പോൾ, നിങ്ങളൊരാൾക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് വളരെ ശക്തമായി അനുഭവപ്പെടും. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് തോന്നും ഈ വ്യക്തിക്ക് സ്വയം നിയന്ത്രണമുണ്ട്. അതാണ് നമ്മുടെ പ്രസൻസ് എന്ന് പറയുന്നത്. സ്വന്തം അവനവൻ്റെ മുകളിൽ നിയന്ത്രണമുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പ്രസൻസ്, നമ്മുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു മുറിയിലേക്ക് വരുമ്പോഴാണോ നമ്മളുടെ ആ വരവ് കൊണ്ട് അവിടെയുള്ള ആളുകൾ ആഹ്ലാദത്തിലാവുന്നത്, സന്തോഷിക്കുന്നത്, അതോ നമ്മൾ ആ മുറി വിട്ട് പോകുമ്പോഴാണോ? ചില ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഉടനെ സമാധാനമായി. മറ്റേ ആൾക്കാർ വരുമ്പോൾ തന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, വളരെ സന്തോഷത്തിലാണ്. അപ്പം നമ്മുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമ്മളെ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ പോകുമ്പോൾ തന്നെ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവുമാണ്. ഇനി ഇതെല്ലാം ഓർക്കാൻ ലളിതമായ മാഗ്നറ്റിക് പ്രസൻസ് ഫോർമുല പറയാം. ആദ്യം ഐ കോണ്ടാക്ട്, പിന്നെ സ്മൈൽ, പിന്നെ ഓപ്പൺ പോസ്റ്റർ, ആക്റ്റീവ് ലിസണിങ്, അപ്രോപ്രിയേറ്റഡ് ഡിസ്റ്റൻസ്, കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ കാം വോയിസ്. ഒരിക്കൽ കൂടി പറയാം ഈ മാഗ്നറ്റിക് പ്രസൻസ് ഫോർമുല. ഐ കോണ്ടാക്ട് സജീവമായിട്ട് വളരെ ഭംഗിയുള്ള ഐ കോണ്ടാക്ട് നിലനിർത്തുക, ഭംഗിയായി പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. ഓപ്പൺ പോസ്റ്റേഴ്സ്, ശരീരഭാഷ, തുറന്ന ശരീരഭാഷ. ആക്റ്റീവ് ലിസണിങ്, സജീവമായ കേൾവി. അതോടെ തന്നെ അപ്രോപ്രിയേറ്റഡ് ഡിസ്റ്റൻസ്, കൃത്യമായ അകലം പാലിക്കുക. കാം വോയിസ്, നല്ല കാമായിട്ടുള്ള വോയിസ്, നല്ല ശാന്തമായിട്ടുള്ള വോയിസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ സ്വാഭാവികമായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ പ്രസൻസ് ഒരു വലിയ മാറ്റത്തിന് കാരണമാകും. ഇത്തരം ആളുകൾ, ഇത് പ്രയോഗിക്കുന്ന ആളുകളുടെ എവിടെ പോയാലും അവർ മറ്റുള്ളവരുടെ ഒരു സ്വീകാര്യതയ്ക്ക് പാത്രീഭൂതരാകും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അവസാനമായ ഒരു കാര്യം എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മറ്റുള്ളവരെ ആകർഷിക്കാൻ അനാവശ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അതാണ് പലപ്പോഴും ശ്രദ്ധിക്കുക. ആകർഷണത്തിന് വേണ്ടി കൃത്രിമമായി ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അതിന് വേണ്ട. അങ്ങനൊന്നും ഇഷ്ടവും സ്നേഹവും ഒന്നും നമുക്ക് പിടിച്ചു പറ്റാൻ കഴിയില്ല. പകരം നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ, അവർക്കൊരു സേഫ്റ്റി ഫീലിംഗ്, അവർക്കൊരു കംഫർട്ടായിട്ടുള്ള ഒരു ഫീലിംഗ്, സൗകര്യം, അതുപോലെ തന്നെ റെസ്പെക്റ്റ്, ബഹുമാനം ഉണ്ടാവുക, അവർ ഹാപ്പി ആവുക, ഒരു സന്തോഷം അനുഭവപ്പെടുക, പറയാതെ തന്നെ ഒരു സന്തോഷം അനുഭവപ്പെടുക. ഇതൊക്കെ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം റിയൽ അട്രാക്ഷൻ എന്നത് ഈസ് നോട്ട് അബൌട്ട് മേക്കിംഗ് പീപ്പിൾ നോട്ടീസ് യു എന്നാണ്. അവർ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയി അനുഭവപ്പെടുന്നതാണ് യഥാർത്ഥ മാഗ്നറ്റിക് പ്രസൻസ് എന്നത്. നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വളരെ കംഫർട്ടായിട്ട് അനുഭവപ്പെടുക. ഇതാണ് മാഗ്നറ്റിക് പ്രസൻസ് എന്ന് പറയുന്നത്. അതാണ്
ദീർഘകാല ബന്ധങ്ങളിൽ, ഒരുപാട് കാലം നിലനിൽക്കുന്ന സൗഹൃദങ്ങളിലായാലും ഏത് തരത്തിലുള്ള ബന്ധങ്ങളിലായാലും മികച്ച ആശയവിനിമയത്തിലും ഏറ്റവും ശക്തമായ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾ ഓരോ കമൻറ്റുകളും ഞങ്ങൾക്ക് വിലയേറിയതാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നത് നല്ലതായാലും ചീത്തയായാലും അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിയിക്കണം. ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.